സാർ സാർ മുൻപ് ഇങ്ങോട്ട് വിളിച്ചത് സാക്ഷാൽ ഞാൻ തന്നെയാ. അറിയാം സാർ അറിയാം. പറയൂ സാർ പറയൂ സാർ. ഇവന് നമ്മളോടുള്ള സംസാരത്തിൽ കുറച്ച് ഭയഭക്തി ബഹുമാനൊക്കെ ഉണ്ട്. അവന്റെ സംസാരത്തിൽ കുറച്ച് സ്നേഹമൊക്കെ ഉണ്ടെന്നേ. പറയൂ സാർ പറയൂ സാർ. നമ്മൾ ഒരാളോടും ഒന്നും മറക്കാതെ സംസാരിക്കണമെന്ന് എന്റെ ഗുരുനാഥൻ പണ്ടേ എന്നോട് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് ആയുസ് കുറവായാലുണ്ട് പെട്ടെന്ന് എന്നെ മേളിലേക്ക് പോയി. അങ്ങനെ പോയതാണോ? വേണ്ട വേണ്ട, ഇനിയും കൂടുതൽ സംസാരിച്ചാൽ നീ ഇരുന്ന പോസ്റ്റിൽ ദേ ഇവനെ പിടിച്ച് ഞാൻ ഇരുത്തും. സാറേ ഇത് അമ്മാവോ, ഇത്രയും സ്നേഹം കാണിക്കുന്നവനെ വേറെ സെക്രട്ടറി ആയിട്ടാണോ വെച്ചേക്കുന്നത്? എന്താ അമ്മാവാ ഇത്? അയ്യോ അയ്യോ ചേട്ടാ, എഴുന്നേക്ക്. എന്താ പറ്റേ? എഴുന്നേക്ക് ചേട്ടാ, എഴുന്നേക്ക്. ഞാൻ വിചാരിച്ചു കാലി വീണതാണെന്നാ. തല ചുറ്റി വീണതായിരിക്കോ? എന്തു പറ്റി? എന്റെ കെട്ടിയവൻ എപ്പോഴും എങ്ങനെയാ, സന്തോഷം വന്ന അപ്പ തല ഇറങ്ങി വീഴും. അപ്പൊ ഇനി എന്താ ചെയ്യാ? എന്റെ കയ്യിൽ നല്ലൊരു ഐഡിയ ഉണ്ട്. എന്താ? തോട്ടത്തിൽ കാട്ടുപന്നി വന്നേ. ഇവിടെ 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 കാത്തു. ഇവിടെ പന്നി ഇവിടെ അടിച്ചിട്ട്. ഇവനെയൊക്കെ ഇവിടെ ജോലിക്ക് വെച്ചാലേ അമ്മാവൻ നിലവിളിക്കണം, തോട്ടത്തിൽ പന്നി വന്നേ. സാർ ക്ഷമിക്കണം സാർ, പെട്ടെന്ന് പന്നി തോട്ടം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ക്ഷമിക്കണം സാർ. വരൂ സാർ പറയൂ സാർ. അല്ല, ഒരാള് ആന്ധ്ര ഒരാള് കേരളം, ഇതെന്താ കഥ? പ്രേമോ? കല്യാണം കഴിഞ്ഞോ? കഴിഞ്ഞ പോലെയാണ് സാർ. എന്താണ്? ഞങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല സാർ. ചില സമയം ഒന്നായിട്ടിരിക്കും, ചില സമയം ഒന്നുകൂടെ ഒന്നായിട്ടിരിക്കും. അതായത് ഓരോ നിമിഷവും ഓരോ സെക്കൻഡും ഒന്നായിട്ടിരിക്കും. ഇപ്പൊ തന്നെ കണ്ടില്ലേ, രണ്ടുപേരും ഒന്നായിട്ട് നടക്കുന്നത്. നിങ്ങളുടെ ജോഡി ഏതായാലും കൊള്ളാം. രണ്ടാളുടെയും പേരെന്താ? അതായത് സാർ, എന്റെ പേര് ഭദ്രൻ, ഇവളുടെ പേര് ഭദ്രമ്മ. രണ്ടാൾക്കും ഒരേ പേരാ? ഒരുമയുണ്ടല്ലോ, ഒലക്കമേലും കിടക്കാലോ. പിന്നെന്താ അല്ലേ? അല്ല, ഈ തോട്ടത്തില് പഴം വല്ലതും കിട്ടോ? പഴമൊന്നുമില്ല സാർ, സീസൺ തീർന്നു പോയില്ലേ. പക്ഷെ പനയില് ഒന്നാം തരം കള്ളുണ്ട് സാർ. പനങ്കല്ലോ എനിക്ക് വേണം. കൊണ്ടുവരാൻ പറയാം, എനിക്ക് പനങ്കല്ല് വേണം. തോട്ടത്തിലെ കള്ള് എനിക്ക് വേണം, അവൻ കൊണ്ടുവരാന്ന് പറഞ്ഞല്ലോ. പിന്നെന്താ കുറച്ച് ദൂരം പോണം, നിക്ക്. വേറൊന്നല്ല, ഇവൻ കല്ലെന്ന് പറഞ്ഞാൽ കാശ് അടിച്ചു മാറ്റിയോണ്ട് അങ്ങോട്ട് പനങ്കല്ല് വേണം, എനിക്ക് വേണം. ഈ തോട്ടം മുഴുവനും പനയാണോ? ഒരുപാടുണ്ട് സാർ. അമ്മാവ നോക്ക്, ദേ ആ മീശക്കാരൻ കള്ളുമായിട്ട് വരുന്നു. നല്ല കള്ളാണല്ലേ? എന്തിനാ തിരക്കൂടേ? സുഖമായിട്ടിരിക്കുന്ന വിശേഷമൊക്കെ പിന്നെ ചോദിക്കാൻ. കള്ളി കെടുക്ക്, കുറച്ചും കൂടെ ഒഴിക്ക്. ശരി സാറേ, ഒഴിക്ക് ചേട്ടാ. ആദ്യം നിങ്ങൾക്ക് പനങ്കള്ള് വേണോ, തെങ്ങങ്കള്ള് വേണോ, അന്തി വേണോ, പുലരി വേണോ, ഇതിലേത് വേണോന്ന് വെച്ചാ എന്നോട് പറ. എടാ, നല്ല തെങ്ങങ്കള്ള് കിട്ടുമോ നോക്ക്, ഉണ്ടെങ്കിൽ അത് കഴിക്ക്. എന്ത് പണ്ടാരായാലും കുഴപ്പമില്ല, ഇങ്ങോട്ട് ഒഴിക്ക്. അങ്ങനൊന്നും തരത്തില്ല, നിങ്ങൾക്ക് ഏത് കള്ള് വേണോന്ന് പറഞ്ഞാലേ തരൂ. ഏതായാലും കുഴപ്പമില്ല, ഇങ്ങോട്ട് ഒഴിച്ചേ. എന്റെ കൈ പനങ്കള്ള് മാത്രമേ ഉള്ളൂ. അത് മുമ്പേ പറയണ്ടേ, ഇങ്ങോട്ട് ഒഴിച്ചേ. നിങ്ങൾക്ക് ഏത് പിടിക്കുമെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. ഇപ്പൊ മനസ്സിലായില്ലേ? ഇങ്ങോട്ട് ഒഴിച്ചേ. ഒഴിക്കേ. ഇപ്പൊ നിങ്ങൾക്കേ, അതായത് വെള്ളയാണോ, ബ്രൗൺ ആണോ, ബ്ലാക്ക് ആണോ, അതോ ബ്ലൂ ആണോ, അതോ ചുവപ്പാണോ, ഇതിലേത് വേണോന്ന് വെള്ളയാ? എന്റെ കയ്യിലും വെള്ള മാത്രമേ ഉള്ളൂ സാറേ. തന്റെ ഒടുക്കത്തെ ഒരു ഒഴിക്കടോ ഇങ്ങോട്ട്. എന്താണത്? നിങ്ങൾക്ക് ഏതാ ഇഷ്ടമെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. എടാ മരപ്പെട്ടി, ഒഴിക്കടാ ഇങ്ങോട്ട്. ഒരു തുള്ളിയാണോ, 2 തുള്ളിയാണോ, അര ഗ്ലാസ് ആണോ, ഫുൾ ഗ്ലാസ് ആണോ, ഇല്ല ഈ കുടത്തിലുള്ള മുഴുവനും വേണോ? നിന്റെ മകശീർ പതുക്കെ കുടിച്ചാൽ മതി, വയറ് പൊട്ടി ചത്തുപോ. ഇതെന്താ നിങ്ങൾ കാണിക്കും? ശരി, നിങ്ങളുടെ ഓണറുടെ നമ്പർ താ. ശരി സാർ. വിസിറ്റിംഗ് കാർഡാണ് സാർ. ഓക്കെ സാർ നിക്ക് സാർ, ഞാൻ തുറന്നു തരാം സാർ. കയറി സാർ. കാണാം സാർ. സാറെ കാണാൻ തന്നെയാ വന്നിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ വിസിറ്റിംഗ് കാർഡ് ഉണ്ടോ? അതില്ലാതെ എങ്ങനെ ഇങ്ങോട്ട് വരിക? നോക്ക. സന്ദീപ്, ഇതകത്ത് കൊടുക്ക്.
അമ്മാവാ അങ്ങോട്ട് നോക്ക്. സർ ആയിയേ സർ. ആ കാശ് ആ അമ്മാവാ ദേ അയാളിരിക്കുന്നു. അമ്മോ, കാണുമ്പോ തന്നെ അറിയാടാ, വലിയ ലെവലിലാന്ന്. പേര് പോലെ തന്നെ ആളും. എന്തൊക്കെയാണെങ്കിലും ഈ പ്രൗഢി മഹിമൊക്കെ മനസ്സിലാക്കാന്ന് പറഞ്ഞ അത്ര എളുപ്പമല്ലാട്ടോ. അമ്മാവൻ എല്ലാം പഠിച്ചു വെച്ചേക്കുവാ. എന്നാ വാ. എന്നാ നമുക്ക് അവിടെ പോവാം. നമസ്കാരം സാർ. നമസ്കാരം. നമസ്കാരം സാർ. ഇനി പറയ്, സൈറ്റ് കണ്ടിട്ട് വരുന്ന വഴിയാ. ഏത് സൈറ്റ്? സാറിന് ഒരുപാട് സൈറ്റ് അറിയാം, അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാം. ബൊട്ടാണിക്കൽ ഗാർഡന്റെ അടുത്തുള്ള ഒരു സൈറ്റില്ലേ? എനിക്ക് വില പേശൊന്നും ഇഷ്ടമല്ല. ഞങ്ങൾ അറിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നത്. ആ സൈറ്റ് നിങ്ങൾ കണ്ടോ? കണ്ടിട്ട് തന്നെ ഇങ്ങോട്ട് വന്നത്. കണ്ടാൽ മാത്രം മതിയോ? ഇഷ്ടപ്പെടണ്ടേ? ഇഷ്ടപ്പെട്ടുകൊണ്ടാണല്ലോ ഇങ്ങോട്ട് വന്നത്. ഇത്രയും കുറച്ച് വിൽക്കുന്ന എന്താണെന്ന് നിങ്ങളിതുവരെ ചോദിച്ചില്ലല്ലോ. ഞങ്ങൾക്ക് ചോദ്യങ്ങളൊന്നുമില്ല, ഉത്തരം മാത്രമേ ഉള്ളൂ. അതെന്താ അങ്ങനെ ഒരു ചോദ്യം? പ്രോഫിറ്റ് മാനേജ്മെന്റ്. അത് ഞാൻ തന്നെ പറഞ്ഞറിയണോ? സാറ് പറയുകയാണെങ്കിൽ ദുബായിൽ എൻ്റെ ഒരു ഫ്രണ്ട് അപ്പാർട്ട്മെന്റ് കൺസ്ട്രക്ഷൻ ചെയ്യുന്നുണ്ട്. വാ. നല്ലൊരു ഓഫർ എന്നോട് പറഞ്ഞിരുന്നു. വാ. 30 ദിവസം കൊണ്ട് അത് ഡബിളായി മാറും. സാർ, ആ വിവരം അറിയാവുന്നവര് ഉടൻ തന്നെ കാശ് കൊടുത്ത് വാങ്ങാൻ റെഡിയാ. അതിനെക്കുറിച്ച് അറിവില്ലാത്തവര് ഇതൊന്നും വലിയ കാര്യമായി എടുക്കില്ല. അയ്യോ സാറ്, എന്തൊക്കെയാ കേക്കണേ? അതാണ് ലോങ് വിഷൻ, ദീർഘവീക്ഷണം എന്ന് മലയാളത്തിൽ പറയും. ഇതിനാണ് ഞങ്ങളുടെ സർക്കിളില് പ്രോഫിറ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. എന്താ സാറേ ഇത്, ഞങ്ങളെയും ചേർത്തങ്ങ് കൊണ്ടുപോയ പോലെ തന്നെയാ. നമ്മുടെ ആള് സൂപ്പർ ആക്ടിംഗ് ആണല്ലോടാ. പെർഫോമൻസിലാണ് തകർക്കും. ഇതിലൊരു സെൽഫിഷ് റീസൺ ഞാൻ കാണുന്നുണ്ട്. എന്താ സാർ അത്? 30 ദിവസത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്യും. 15 ദിവസത്തിനുള്ളിൽ തീർത്താക്കാൻ സാറേ. സാറൊന്ന് സമ്മതിച്ചാ മതി. അഡ്വാൻസ് 5 കോടി വേണം. അമ്മാവാ 3 കോടി ഇതിലുണ്ടെന്ന് പറ. സാർ, 3 കോടി ക്യാഷ് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. നാളെയും മറ്റന്നാളും കഴിഞ്ഞാൽ അതിന്റെ അടുത്ത ദിവസം 2 കോടി കൂടി ഞങ്ങൾ തന്നേക്കാം. ആർ യു ഷുവർ? ഷുവറാ സാറേ. പറഞ്ഞ വാക്ക് പാലിക്കാൻ വേണ്ടി നെഞ്ചു വരെ തുറന്നു കാണിക്കും ഞങ്ങള്. സാറിന്റെ മുന്നിലിരിക്കുന്ന ഞാനൊരു സാധാരണക്കാരനല്ല. ഗംഗാറാവു എന്റെ പേര്. പറഞ്ഞ വാക്ക് ഒരിക്കലും മാറില്ല. അതിനെ കുറിച്ച് സാർ പേടിക്കണ്ട. അങ്ങനെയാണെങ്കിൽ അന്ന് വന്ന സൈറ്റ് ഡോക്യുമെന്റ്സ് വാങ്ങിച്ചോ? ആയിക്കോട്ടെ സാർ, ആയിക്കോട്ടെ. സെക്രട്ടറി, സർ. ഇനി ഒരാളും കൂടെ പൈസ തരാമെന്ന് പറഞ്ഞിട്ടില്ലേ? യെസ് സർ. അവരോട് നാളെ ഈവനിങ്ങിൽ വന്ന് കാണാൻ പറ. വേണ്ട വേണ്ട, അതിന്റെ ഒന്നും ആവശ്യമില്ല. വിട്ടേക്ക് സാറേ, ഞാനില്ലേ. അങ്ങനെയാണെങ്കിൽ പൈസ തന്ന റെസിപ്റ്റ് വാങ്ങിച്ചോ? എന്താ സാറേ ഈ പറയുന്നേ? സാറിനോട് ഞങ്ങൾ ഈ റെസിപ്റ്റ് ഒക്കെ വാങ്ങുവോ? ഒന്ന് ചുമ്മാ ബാക്കി 2 കോടി തന്നിട്ട് പിന്നീട് ഞങ്ങൾ മേടിച്ചോളാം ഇതെല്ലാം. എന്നാ ഇത് പിടിച്ചേ. ഇതാ, നാളെ അല്ലെങ്കിൽ മറ്റന്നാള് ബാക്കിയുള്ള 2 കോടി ഞാൻ കൊണ്ടുവന്നോളാം. അമ്മാവാ പോയിട്ട് വരാം സാർ. ആരാ? ഹലോ. വിളിക്ക്, ശരിക്കുള്ള വിളിക്ക്. റിംഗ് ടോൺ ആവുന്ന കരുതി. അയ്യോ, എനിക്ക് വയ്യ. ഇത്രയും കാശ് എവിടുന്ന് കിട്ടി? അങ്കിൾ കൊടുത്ത കാശ് തന്നെ. അയാള് തെറ്റെല്ലാം തിരുത്തി നല്ലവനായെന്ന് തോന്നല്ലേ മോനെ? ഇല്ല അങ്കിൾ, തെറ്റൊരു ജോലിയായിട്ട് കാണുന്നവന് ഈ നാണോ മാനൊക്കെ എങ്ങനെ ഉണ്ടാവാനാ? അവൻ എന്താണോ ചെയ്തത് അത് തന്നെ അവനോട് ചെയ്തു. അവന് പറ്റിക്കാൻ മാത്രമേ അറിയുള്ളൂ. അങ്കിളിനെ അവൻ പറ്റിച്ചു. എനിക്ക് അവനെ എങ്ങനെ പറ്റിക്കണമെന്ന് അറിയായിരുന്നു. അത് തന്നെ ഞാൻ അവനോട് ചെയ്തു. വിജയ് എപ്പോഴും ന്യായത്തിന്റെ കൂടെയാണെന്ന് ഗീതയിൽ കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. ന്യായം അങ്കിളിന്റെ ഭാഗത്താണ്. വിജയം തെറ്റിന്റെ ഭാഗത്തുനിന്ന് മാറി നമ്മുടെ അടുത്തേക്ക് വന്നു. ഈ നടന്നൊന്നും മനസ്സിൽ വെക്കരുത് അങ്കിൾ. എടാ ഇങ്ങ് വാടാ. നിങ്ങൾ കണ്ട സ്വപ്നം നടത്താൻ നോക്ക്. നല്ല വീട് വെക്കേ. രാമുവിന്റെ ജീവിതത്തിന് ഒരു നല്ല വഴി കാണിച്ചു കൊടുക്ക. അങ്കിൾ എന്തിനാ എണീക്കുന്നത്? അങ്കിൾ നിന്റെ അടുത്ത് എങ്ങനെയാ ഞാൻ ഈ നന്ദിയൊക്കെ കരയില്ലേ അങ്കിൾ? സമാധാനമായിട്ടിരിക്കെ അങ്കിൾ. ഇരിക്കെ. ഞാൻ പോയിട്ട് വരാം അങ്കിൾ. സമാധാനമായിട്ടിരിക്കെ. പോയിട്ട് വരാം ആന്റി. ശരി എടാ, വാ, പോവാം. ശരി വരട്ടെ. വരണം. ഹേയ്, ആ താങ്ക് യു. എന്നോടെന്തിനാ? ആദ്യമായിട്ട് അഭിനയിക്കുകയാണെങ്കിലും ക്യാരക്ടർ സൂപ്പറായിട്ട് ചെയ്തു. അതുകൊണ്ട് അതൊക്കെ വർക്കൗട്ട് ആയത്. നോ, ഇത് നിന്റെ മാത്രം ഐഡിയ ആണ്. അതുകൊണ്ട് ഇത്രയും നന്നായിട്ട് വർക്കൗട്ട് ആയത്. എടാ, ഒരു കാര്യം പറയട്ടെ. എന്താ മാവാ? എന്റെ കയ്യിലെ ധനരേഖയെ
പച്ച കുത്തിയെ പോലെ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടാ. അമ്മാവാ, കയ്യിലുള്ള രേഖയ്ക്ക് നമ്മുടെ തലയിലെഴുത്തിന് ഒരു കണക്ഷൻ ഉണ്ടെന്ന് പറയാറുണ്ട്. 3 കോടിക്ക് അഡ്വാൻസ് കൊടുത്തിട്ട് 10 കോടിക്ക് ലാഭം വരുന്ന ഒരു സ്ഥലം നമുക്ക് കിട്ടിയില്ല അമ്മാവാ. സംഭവം സത്യ. ഓ, അമ്മാവാ, ഒരു കാര്യം പറയാൻ മറന്നു. എന്താ? എന്താ പ്രോഫിറ്റ് മാനേജ്മെന്റ്. ആ. അതാ ധനരാജിനേക്കാളും അമ്മാവനെ എല്ലാ കാര്യങ്ങളും അറിയാവുന്നത്. അമ്മാവോ, അമ്മാവന്റെ ജോത്സ്യം നീ അറിയാം. എന്തേ പറയണ? ഇത്രയും വലിയൊരു സ്ഥലം നോക്കി അതിന്റെ ജാതകം പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ ഒരു കൈ നോക്കിയാണ് ജാതകം പറയാൻ ബുദ്ധിമുട്ട്. അങ്ങനെയാണോ? ഈ കയ്യേക്കാളും ചെറുത് എന്റെ തലക്കകത്തുണ്ട്. അതെന്താന്നൊന്ന് പറയാൻ പറ്റുമോ? എനിക്ക് ഒരു തവണ കണ്ടാൽ മതി, കറക്റ്റ് ആയിട്ട് കാര്യം പറയും. ആ, അതുപോലെ നിന്റെ തലയിലുള്ള ഐറ്റം എന്തിട്ടാ? എന്റെ നാക്ക്. അതുകൊണ്ട് നിന്റെ നാക്ക് നോക്കിക്കൊണ്ടിരിക്കണം. ഓ, അപ്പൊ കാണാതെ പറയുമല്ലേ? ഒന്ന് പറയാം മാവാ, പറയാം മാവാ. നീ ഇപ്പൊ കള്ളു കുടിക്കാൻ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ടല്ലേ? അയ്യോ, ജാതകം പോലും നോക്കാതെ അമ്മാവൻ എന്റെ കാര്യം പൊളിച്ചടുക്കുവാണല്ലോ. അതെ, ഈ വണ്ടി ഈ സൈഡിലെങ്ങാനും നിർത്തുകയാണെങ്കിൽ എന്റെ നാക്കൊന്ന് നനച്ചേനെ. എന്റെ ആഗ്രഹങ്ങളെല്ലാം ഞാൻ വേണ്ട, ഇപ്പൊ വേണ്ട. അമ്മാവാ. ബാക്കിയുള്ള 2 കോടി കൊടുത്തതിന് ശേഷം നമുക്ക് അമ്മാവാ, അമ്മാവൻ ആ സൈറ്റ് കാല് വെച്ചത് കൊണ്ട് അമ്മാവൻ അത് സ്വന്തമായിട്ട് കിട്ടിയില്ലേ? ഞാൻ ആ മരത്തിന്റെ അടിയിൽ നിന്ന് കുടിച്ചത് കൊണ്ട് അതെനിക്ക് സ്വന്തമായില്ലേ? ആ, എന്തിനാ ഇതൊക്കെ പറയുന്നേ? നമുക്ക് അങ്ങനെ ഒരു റൗണ്ട് കറങ്ങിട്ട് വരാം. അല്ലടാ ഞാൻ. അമ്മാവാ, അമ്മാവനൊന്നും പറയണ്ട, ഇതെന്റെ റിക്വസ്റ്റ് ആണ്. അത്രയല്ലേ ഉള്ളൂ. ആ. ശരി, വിട്ടേക്ക്. ആ, ഒന്ന് വേഗം ഇറങ്ങമ്മാവൻ. എടാ, അമ്മാവാ, ഇവിടെ ഉണ്ടായിരുന്ന ഗേറ്റ് എവിടെയാ? അത് കാണുന്നില്ല ഇവിടെ. ഇവിടെ ഒരു സെക്യൂരിറ്റി ഗാർഡ് ഉണ്ടായിരുന്നില്ലേ? അതെവിടെ പോയെന്ന് അറിയില്ല. അയ്യോ, ദാ, ദാ, അങ്ങോട്ട് നോക്ക്. ഇവിടെ ഒരു ഷെഡ് ഉണ്ടായിരുന്നില്ലേ? അതെ, ശരി, അവിടെ ഉണ്ടായിരുന്നു. അതും ഇവിടെ കാണുന്നില്ല അമ്മാവാ. എടാ, നമ്മള് കറക്റ്റ് സ്ഥലത്തല്ലേ വന്നിരിക്കുന്നേ? നമ്മൾ കറക്റ്റ് സ്ഥലത്ത് അമ്മാവാ വന്നത്. കണ്ടില്ലേ? 20 കിലോമീറ്റർ. എന്തൊക്കെയാ സംഭവിക്കുന്നത്? ഒന്നും മനസ്സിലാകുന്നില്ല അമ്മാവാ. അമ്മാവാ, അവിടെ ഒരു അഡ്വർടൈസ്മെന്റ് ബോർഡ് ഉണ്ട്. വാ. ഇപ്പൊ നിനക്ക് അത് കാണാനാണോ ഇത്ര വലിയ തിരക്ക്? ഇവിടെ വന്ന് നോക്കിയാലേ അറിയുള്ളൂ. ഇത് അത്യാവശ്യമാണ്. ഇങ്ങോട്ട് വന്നേ. എന്താ? നോക്ക്. This site belongs to the government of Telangana. Trespassers will be punished. കണ്ടോ? ഇത് ഗവൺമെന്റിന്റെ സ്ഥലമാണ്. വെളച്ചിൽ കാണിച്ച പിടിച്ച് അകത്തിടുവെന്നാ എഴുതി വെച്ചേക്കുന്നത്. ഇത് ഗവൺമെന്റ് അതെ. അയ്യോ, എന്റെ എല്ലാം പോയേ, അതെ, എന്റെ എല്ലാം അമ്മാവ, എല്ലാം പോയേ. കൈവിട്ട് പോയി. എന്റെ കാശൊക്കെ പോയിടാ. എടാ, നമുക്ക് എത്രയും പെട്ടെന്ന് ചക്രവർത്തിയുടെ വീട്ടിലെത്തണം. അമ്മാവാ, നിക്ക്. ഇതിലേ പോ. അങ്ങോട്ട് പോ. ആ. അമ്മാവാ, ഞാനും വരാം. വരുവാ അമ്മാവാ. ഇവിടെ ആരെയും കാണുന്നില്ലടാ. അമ്മാവാ, ഇവിടെ ഒരു ബോർഡ് ഉണ്ടായിരുന്നു. അത് കാണുന്നില്ലല്ലോ. ഇവിടെയും ബോർഡില്ല, അവിടെയും ബോർഡില്ല. എന്തൊക്കെയാണ് അത്? തരലുണ്ടോ നോക്കാം. ശരി. വാതിൽ ഇവിടല്ലേ അമ്മാവാ? അതെ. സാർ, അങ്ങോട്ട് തള്ളേ. സാർ, അങ്ങോട്ട് കേറാ. സാർ, ഇവിടെ ഇവിടെ ആരുമില്ല. കൊടയും കാണുന്നില്ല. ഇല്ല. ഒരു മനുഷ്യനും ഇല്ല. അതെ, ഇല്ല. എല്ലാം പോയടാ. എല്ലാം പോയി. സാറേ, കാശ്. സാറേ, അയ്യോ, വേണ്ടത്? സെക്യൂരിറ്റി. അയ്യാ, ഇത് ധനരാജ് ചക്രവർത്തി സാറിന്റെ വീടല്ലേ? ഇതൊന്നുമല്ല, ഇത് ഷൂട്ടിങ്ങിന് കൊടുക്കുന്ന വീടാണ്. അല്ല, പുറത്ത് ധനരാജ് ചക്രവർത്തി എന്നൊരു ബോർഡ് ഉണ്ടായിരുന്നല്ലോ. അതൊക്കെ ഷൂട്ടിങ്ങുകാർ വെക്കുന്ന ബോർഡ്. അവർക്ക് ആവശ്യമുള്ള ബോർഡ് അവർ കൊണ്ടുവയ്ക്കുകയും ചെയ്യും. അല്ല, ഞങ്ങൾ ഇവിടെ വന്നപ്പോ നീ ഇവിടെ ഉണ്ടായിരുന്നില്ലേ? നിങ്ങൾ എപ്പോഴാ വന്നെന്ന് എനിക്ക് എങ്ങനെ അറിയാം? അയ്യോ, അല്ല സാറേ, നിങ്ങൾ എന്താ പ്രൊഡ്യൂസറാ അതോ ലൊക്കേഷൻ നോക്കാൻ വന്ന ഡയറക്ടറാ? ഇത് രണ്ടും അല്ല, റിയൽ എസ്റ്റേറ്റ് കച്ചവടാ. അല്ല, ഈ വീട് ഷൂട്ടിങ്ങിന് ആർക്കാ കൊടുത്തായിരുന്നേ? ഒരു മിനിറ്റ്, രജിസ്റ്റർ നോക്കി ഞാൻ നോക്ക്. എന്നിട്ട് വേഗം കൊണ്ടുവാ. വേഗം കൊണ്ടുവാ. സാറേ, ഈ രജിസ്റ്ററിൽ എഴുതിയേക്കുന്നത് കാണുമ്പോ പ്രൊഡ്യൂസറിന്റെ പേര് ഡോക്ടർ ധനരാജ് ചക്രവർത്തി. അഡ്രസ് 282/76/R by 24A നിയർ ബോട്ടാണിക്കൽ ഗാർഡൻ, കച്ചേരിപ്പടി. അമ്മാവാ, ഇത് നമ്മുടെ സൈറ്റിന്റെ അഡ്രസ് അല്ലേ? നമ്മുടെ സൈറ്റ് അല്ലടാ. ബാനർ നെയിം ഗോവിന്ദ ഗോപാല ഫിലിം.